സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ILM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരുമ്പാവൂരാണ്. വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു കോളേജാണ്. അതിലൊരു ഇവിടെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ വളരെ വൈബുള്ളവരാണ്. നമ്മളൊരു ഗംഭീര സ്ക്രിപ്റ്റാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. അത് എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആറാം തമ്പുരാൻ സൂപ്പർ ഹിറ്റ് മൂവിയാണ്. ആ മൂവിയിൽ ഏറ്റവും മനോഹരമായ ഒരു സീനുണ്ട്. കുളപ്പുള്ളി അപ്പനും ലാലേട്ടനും തമ്മിലുള്ള ഒരു സംവാദം. കുളപ്പുള്ളി അപ്പൻ ചോദിക്കുന്ന ചോദ്യത്തിന് ലാലേട്ടൻ്റെ മനോഹരമായ ഒരു മറുപടി പറച്ചിലാണ്. അതാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരെങ്ങനെ അത് പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ILM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരുമ്പാവൂർ കണ്ടല്ലോ. അവരുടെ ആരവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. പഠിക്കുക മാത്രമല്ല, ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും അഭിനയിക്കാനും ഒക്കെ കഴിവുള്ള കുട്ടികളാണ്. അത് പതിയെ നമുക്ക് മനസ്സിലാക്കി തരും. ആദ്യമായി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ മിഥുൻ കൃഷ്ണ. എന്താണ് മിഥുൻ കൃഷ്ണ വിശേഷങ്ങൾ? എവിടെ നാടെവിടെയാണ്? നാട് പെരുമ്പാവൂർ തന്നെ. അപ്പോൾ ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ BBA ആണ്. അപ്പോൾ നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം. ഈ സിനിമ കണ്ടാണോ? സിനിമ വളരെ രസകരമായിട്ടുള്ളൊരു, അതിലെ ഏറ്റവും മാസമായിട്ടുള്ളൊരു ഡയലോഗ് തന്നിരിക്കുന്നത്. ഇവർക്കൊരു ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ റെഡി, ആക്ഷൻ. അത് ഒന്നാമത്തെ കാര്യം, ആദ്യമായി ഇവിടെ വന്ന് നിൽക്കുന്നത് ഏറ്റവും വലിയൊരു ഗട്ട്സ് ആണ്. അതിന് നല്ലൊരു കൈയടി കൊടുക്കുക. അപ്പോ അത് നല്ലൊരു ഇത് തന്നെയാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. 2 ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്. ചോദ്യം നമ്പർ 1, ഞാൻ ആരാണ്? ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യ മഹാജന്മത്തിന്റെ കൈലാസ്. ഇയാളുടെ തലയിൽ എന്താണോ ചാണകമാണോ? ഞാൻ പറഞ്ഞു ഒന്നും ആസിയേക്ക് മനസ്സിലായില്ലേ? മനുഷ്യ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും ഉത്തരവില്ലാത്ത ചോദ്യം. പോയി അത് കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമില്ല. ഒന്നുകൂടെ പഠിച്ചിട്ട് വരട്ടെ? അത് കുഴപ്പമില്ല, പറയാം. ഫ്ലോയും പോയി. മനുഷ്യ മഹാജന്മത്തിന്റെ കൈലാസം കയറുമ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം, ഞാൻ ആരാണ്? ബുദ്ധനും ശങ്കരനും അവരും തേടി അവർക്കും കിട്ടാത്ത ചോദ്യം, ഞാൻ ആരാണ്? എല്ലാം കൈവിട്ട് പോയതാ പറയാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? 2 ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം നൽകേണ്ടത്. ചോദ്യം നമ്പർ 1, ഞാൻ ആരാണ്? ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യ മഹാജന്മത്തിന്റെ കൈലാസം കയറുമ്പോഴും അവരും തേടിയത് ഇതേ ചോദ്യം, ഞാൻ ആരാണ്? ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യം, ഞാൻ ആരാണ്? ബുദ്ധൻ ആരാണ്? ബുദ്ധൻ മറ്റേ ചമ്പറൊക്കെ പഠിച്ചിട്ട്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ചോദ്യം നമ്പർ 2, ഞാൻ എന്തിനു കോവിലവം വാങ്ങിച്ചു? ഉത്തരമില്ല തമ്പുരാൻ. ഒരു കിറക്കൻ സ്വപ്നത്തിന് വേണ്ടി വേറെ രസിച്ചാണ് തമ്പുരാൻ ഞാൻ കോവിലവം വാങ്ങിച്ചത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ എന്തായാലും കോവിലത്തേക്ക് വരും തമ്പുരാൻ. നമുക്ക് എന്തായാലും ഒരുമിച്ചിരുന്ന് ഇത് സംസാരിക്കാം. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയണില്ല. പിടിച്ചതിലും വലിയ പാമ്പാ അളയിലുള്ളതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായേ? വണ്ടി എടുത്ത് മാറ്റടാ. റോഡിന്റെ നടുക്കൊണ്ടാണ് വണ്ടി ഇടണേ. വണ്ടി എടുത്ത് മാറ്റടാ. ഹറാം സാലമാക്കി ഇതിൽ ചവിട്ടി അടിതാവി കലക്കൂ. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. പുതിയ സ്ക്രിപ്റ്റ്. ബാപ്പു വണ്ടി എടുക്കടാ. ചുമ്മാ അതിന്റെ ഒരു താളം വേണമായിരുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. പേരെന്താ മോളുടെ? ബിസ്മി ഇവിടെ ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ് ബിസ്മിയുടെ. ബിസ്മി ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ BSc സൈക്കോളജി സെക്കൻഡ് ഇയർ. ഓക്കെ, എവിടെ? നാടെവിടെ? ഞാൻ കാക്കനാട്. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓക്കെ, റെഡി, ആക്ഷൻ.
രണ്ട് ചോദ്യത്തിനാണ് തമ്പുരാൻ ഉത്തരം വേണ്ടത്. ചോദ്യം നമ്പർ 1, ആരാണ് ഞാൻ? അയ്യോ, ആരാണ് ഞാൻ? ഉത്തരമില്ല തമ്പുരാൻ. മഹാജ്ഞാനത്തിന്റെ മനുഷ്യന്റെ മഹാജ്ഞാനം കോവിലം കയറുമ്പോൾ അവർക്കും വേണ്ടത് മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവർക്കും വേണ്ടത് ഇതേ ചോദ്യത്തിന് ഉത്തരം. ഞാൻ ആരാണ്? എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിന് ഉത്തരം. ഞാൻ ആരാണ്? ഉത്തരമില്ല തമ്പുരാൻ. ഉത്തരമില്ല തമ്പുരാൻ. അത് നിയോഗമാണ്. ഞങ്ങൾക്ക് അടുത്ത ചോദ്യം. ചോദ്യം നമ്പർ 2. ഞാൻ എന്തിനു കോകിലം വാങ്ങി? ചുമ്മാ രസം. ഒരു കിർക്കൻ സ്വപ്നത്തിന്റെ യാത്രക്ക് വേണ്ടി. മിടുക്കനാണ്, മണ്ടനല്ല. ഞാൻ വരാൻ തമ്പുരാൻ. നമുക്ക് കാണാം. എനിക്കെന്തോ ആഡംബരം കളിക്കണമെന്ന്. ആനന്ദഭദ്രമാടണം. വേദാന്തം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വരാം. വണ്ടി എടുത്ത് മാറ്റാ. ഞാൻ പറയാട്ടോ. വണ്ടി എടുത്ത് മാറ്റാ. റോഡ് നടക്കാളെ കൊണ്ട് വണ്ടി ഇട്ടാണ്. ഉച്ചാളിത്തരം കാണിക്കുന്നോടാ. ചവിട്ടിന്റെ അടിനാവി വിളിക്കും. ഹറാം സാലെ തേരാ മാംകി. എന്റെ ഫാൻസ് ആണ് എല്ലാവരും. നമുക്ക് പോകാം. നമുക്ക് കാണാം. അയ്യോ, തമ്പുരാൻ ഇവിടെ നിൽക്കണ്ട. നമ്മൾ തമ്മിൽ വർത്താനം പറയുന്നത് കണ്ടാൽ കുറച്ചിലാണ് തമ്പുരാനും. പിന്നെ സമയമാകുമ്പോൾ ഞാൻ വരാം. നമുക്ക് കോളപ്പള്ളിയിൽ വെച്ച് കാണാം. കോവിലല്ല, കൊളപ്പള്ളിയിൽ വെച്ച് കാണാം. ബാബു വണ്ടി ഇറാ. പോവാം. ബാബു വണ്ടി ഇറാ. ചുമ്മാ എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. അലീന ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ BBA. നാട്? പെരുമ്പാവൂർ. തുടങ്ങാം. ആരാധികേ മന്നുതിരും പഴയരികിൽ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങ് പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ. നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നും എന്നും ഒരു പുഴയാൻ ആരാധിക്കേ. നല്ല രസകരമായ വോയിസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത അഭിനയത്തിന്റെ കളരിയിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. 2 ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം വേണ്ടത്. ചോദ്യം നമ്പർ 1, ഞാൻ ആരാണ്? ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ മുഴങ്ങുന്ന ഒരേ ഒരു ചോദ്യം, ഞാൻ ആര്? ബുദ്ധനും ശങ്കരനും തേടിയത് ഇതേ ചോദ്യത്തിന് ഉത്തരം, ഞാൻ ആര്? അവർക്കും അറിഞ്ഞില്ല, അവരും അറിഞ്ഞില്ല. നിയോഗമാണ് തമ്പുരാൻ എല്ലാ മനുഷ്യ ജന്മത്തിന്റെയും. ചോദ്യം നമ്പർ 2, ഞാൻ കോവിലകം വാങ്ങിയത് എന്തിന്? ചുമ്മാ ഒരു രസം. ഒരു കിർക്കൻ സ്വപ്നത്തിന്റെ പുറകെ പോകുന്ന ഒരു യാത്രയിൽ തോന്നിയൊരു മോഹം. ഞാൻ വരാം കോവിലത്തേക്ക്. വേദാന്തം എനിക്ക് ഇഷ്ടമാണ്. വണ്ടി എടുത്ത് മാറ്റടാ. നടുറോട്ടിലാണ് വണ്ടി ഇടണേ. ഊച്ചാളിത്തരം കാണിച്ചാണ്ടല്ലോ. ചവിട്ടി നിന്റെ അടിനാവ് വിലക്കും. തമ്പുരാൻ പോണം. ഇങ്ങനെ വഴിയിൽ വെച്ച് സംസാരിക്കണ തമ്പുരാൻ കുറച്ചിലാണ്. ഞാൻ വരാം കൊളപ്പള്ളിയിലേക്ക്. ബാപ്പു വണ്ടി ഇടറാ. എന്താണ് പേര്? അഞ്ജന. അഞ്ജന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ സൈക്കോളജി പഠിക്കാം. സൈക്കോളജി. ഓക്കെ. റെഡി, ആക്ഷൻ. 2 ചോദ്യമാണ് തമ്പുരാനോട് ചോദിക്കാനുള്ളത്. ചോദ്യം നമ്പർ 1, ഞാൻ ആരാണ്? ഉത്തരമില്ല തമ്പുരാൻ. ഇത് അധ്യാപകൻ നമ്മളെടുത്ത് ചോദിക്കും, ഉത്തരം പറയുന്നതിനെ കൊണ്ട്. ചോദ്യം നമ്പർ 1, ഞാൻ ആരാണ്? ഉത്തരമില്ല തമ്പുരാന്. ഉത്തരമില്ല തമ്പുരാനെ. തമ്പുരാൻ നിന്ന് കരയോടെ കേട്ടോ. സിനിമണ്ഡലം വരെ നിന്റെ ഭാഗ്യം സിനിമ തന്നെ മോളെ. മനുഷ്യ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോൾ അവനും അന്വേഷിച്ച ഇതേ ചോദ്യത്തിന് ഉത്തരം. ബുദ്ധനും ശങ്കരനും അന്വേഷിച്ചത് ഇതേ ചോദ്യത്തിന് ഉത്തരം, ആരാണ് ഞാൻ? ആരും അറിഞ്ഞില്ല. പിന്നെ അതിനുത്തരം ആരും അറിഞ്ഞില്ല. ഇത് ഉത്തരം തേടാനുള്ള ഒരു നിയോഗമാണ് തമ്പുരാനെ. ചോദ്യം നമ്പർ 2, ഞാൻ എന്തിനാ കോവിലകം വാങ്ങി?
ഉത്തരം ലളിതമാണ്. ചുമ്മാ ഒരു രസത്തിന്. ഈ കിറുക്കൻ യാത്രയിൽ ന്യൂസ് റീഡിംഗ് ഇഷ്ടമാണ്. ഈ കിറുക്കൻ യാത്രയിലേക്ക് കിറുക്കൻ സ്വപ്നത്തിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ തോന്നിയ ഒരു ആഗ്രഹം, ഞാൻ വരാം കോവിലത്തേക്ക്, തമ്പുരാൻ പോണം. വേദാന്തം എനിക്കിഷ്ടമാണ്. എൻ്റെ കൂടെ ഇങ്ങനെ വർത്താനം പറയുന്നത് ആരെങ്കിലും കണ്ടാൽ തമ്പുരാൻ ഒരു കുറച്ചിലാണ്. വണ്ടി എടുക്കട, റോഡിന്റെ നടുക്കാണ് അവിടെ വണ്ടി എടുത്ത് വെക്കുന്നത്. വണ്ടി എടുക്കട, ഉച്ചാടിത്തരം കാണിക്കുന്നോടാ. വണ്ടി എടുക്കടാ. ഒരു ഹിന്ദി ഡയലോഗ് ആയിരുന്നില്ല. ഹറാം സാലി തേരമാക്കി ചവിട്ടി നിന്റെ അങ്ങനാണോ? അല്ല, പെട്ടെന്ന് പറഞ്ഞിട്ട് പോടോ, അതാണ് ഉദ്ദേശം. ഒരു കാര്യം ചെയ്യും, പാട്ട് പാടിക്കാം. അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം മെല്ലെ ഓടി വന്നു, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ. ലിറിക്സ് എനിക്കറിയാൻ. ത്രിപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാജകൽപ്പനം അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവറായൊന്നൊരു സംശയം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടിനെ തിരുത്തി വേറെ സ്വന്തമായിട്ട് എഴുതി. പക്ഷെ കൊള്ളാം, അത് കഴിവാണ്. അത് ബൈക്കിച്ചിട്ട് അടുത്ത് വെച്ചോ. അതൊരു കഴിവാണ്. അതെ അതെ. ഒരു കാര്യം ചെയ്യും, ഞാൻ പൊക്കോട്ടെ. അല്ല ഇപ്പം ഒരു സാധനം കൂടെ നമ്മള് മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. എന്തില്? ഒന്നുകൂടി പറയോ? മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ മതി എന്നാ ഒന്ന് നല്ലൊരു കൈ. ഇത് കൈ വിട്ടുപോയടാ. മെൽബിന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ BBA സെക്കൻഡ്. ഓക്കെ. നാട്? ആലുവ. ആലുവ. റെഡി, ആക്ഷൻ. 2 ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം നൽകേണ്ടത്. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. 2 ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം നൽകേണ്ടത്. ചോദ്യം നമ്പർ 1, ഞാൻ ആര്? ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യൻ മാനാനത്തിന്റെ ഒരു 10-200 ഏത്തൊക്കെ ഇടിപ്പിച്ച് തലയും കുത്തിർത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. മാനാനത്തിന്റെ കയ്യിലാണ്. മാങ്ങാനത്തിന്റെ അല്ല, കേട്ടിട്ടല്ലേ ഈ വീട്? മനുഷ്യ മഹാജ്ഞാനത്തിന്റെ മനുഷ്യ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും. ബുദ്ധനെന്ന് പറയുമ്പോഴേ ചിരി വരികയാണ്. അതെന്ത് പറ്റി? ബുദ്ധനും ശങ്കരനും തേടി നടന്നത് ഇതേ ചോദ്യത്തിന് ഉത്തരം ഞാൻ അറിഞ്ഞില്ല. എന്റെ പൊന്നോ, പരിഭ്രമിക്കാനൊന്നുമില്ല. ഇവിടെ എത്തിക്കിട്ടിയല്ലോ, ഇനി ഞാൻ ഏറ്റു. അതിന് ഉത്തരം തേടാനുള്ള നിയോഗമാണ് ഓരോ മനുഷ്യന്റെയും ഈ യാത്ര. ജന്മത്തിന്റെ ജന്മോ? ചോദ്യത്തിനുള്ള ഉത്തരം തേടാനാണോ ഓരോ മനുഷ്യന്റെയും നിയോഗം. ചോദ്യം നമ്പർ 2, ഞാൻ എന്തിനാ കോവിലകം വാങ്ങിയത്? ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ, വെറുതെ. ഉത്തരം ലളിതം. ചുമ്മാ ഒരു രസത്തിന്, ഒരു കിർക്കൻ സ്വപ്നത്തില് ഇറങ്ങി തിരിച്ച യാത്ര. ഞങ്ങൾക്ക് ഇഷ്ടമാണ് വേണ്ടാന്ന്. എന്തുകൊണ്ടാ പറയുന്നത് നീ? ഇഷ്ടമാണ് വേണ്ട. എന്തിഷ്ടമാണ്? വേദാന്തം. വേദാന്തം. വണ്ടി എടുത്ത് മാറ്റട. വണ്ടി റോഡിന്റെ നടുക്കാണ് കൊണ്ടിടുന്നത്. അടിച്ച് നിന്റെ അടിനാഭി കലക്കും. ഞാൻ പോകുക. നമ്മൾ തമ്മിലൂടെ നിന്ന കുറച്ചിലാണ് തമ്പുരാന്. ഞാൻ വരാം കൊള്ളപ്പള്ളിയിലേക്ക്. ബാപ്പു വണ്ടി ഇടാ. എന്താണ് പറഞ്ഞ? ബാപ്പു വണ്ടി അത് കറക്റ്റായിട്ട് പറഞ്ഞപ്പം വിടാ നിന്നെ. ബാപ്പുവേ വണ്ടി എടുക്കാം, നമുക്ക് പോകാം. ചുമ്മാ ഫാത്തിമ മനാൽ എന്നൊരു ഇത് കൊണ്ടൊന്ന് തിരിച്ച് അങ്ങോട്ട് വയ്ക്കും. മനാലിന്റെ മീനിങ് എന്താണ്? ഇല്ല, മീനിങ് അറിയില്ല. പേര് സ്വന്തമായിട്ടാണ്? അല്ല, വാപ്പിട്ട. ഓക്കെ. എവിടെയാണ് വീട്? പെരുമ്പാവൂര്. ഏതിനാ അവിടെ പഠിക്കുന്നത്? BBA. ആക്ഷൻ. 2 ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം വേണ്ടത്. ചോദ്യം നമ്പർ 1, ഞാൻ ആരാണ്? ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യ മഹാജ്ഞാനത്തിന്റെ
കൈലാസം കയറുമ്പോഴും അവർക്കും ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം ഞാൻ ആര്? ബുദ്ധനും ശങ്കരനും അവർക്കും അറിയേണ്ടത് ഇത് തന്നെ, ഞാൻ ആര്? അവർക്കും അറിയില്ല. ഒരു നിയോഗമാണ് മനുഷ്യജന്മത്തിന്റെ. ചോദ്യം നമ്പർ 2, ഞാൻ എന്തിനീ കോകിലകം വാങ്ങി? ചുമ്മാ ഒരു രസത്തിന്. ഒരു കിർക്കൻ സ്വപ്നത്തിന്റെ യാത്രയിൽ തോന്നിയ ഒരു മോഹം. ഞാൻ വരാം തമ്പുരാൻ കോവിലകത്തേക്ക്, കോലത്തേക്ക്. നടുറോട്ടിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഊച്ചാളത്തരം കാണിച്ചോ നിന്റെ അടിയ എന്തായിരുന്നു? അടിനാട് ചവിട്ടി കലക്കും. വണ്ടിയുടെ ബാപ്പു ചുമ്മാ ബാപ്പു ചുമ്മാ ഒന്ന് കാണിച്ചു, നല്ല രസകരമായിട്ട് കാണിച്ചേ. ചുമ്മാ പോട്ടെ തമ്പി, ഫാത്തിമ എന്തിനാ അവിടെ പഠിക്കുന്നു? BBA. നാട് എവിടെയാണ്? പെരുമ്പാവൂര്. പെട്ടെന്ന് തന്നെ പറയണം, ആളുടെ ആ സ്ക്രിപ്റ്റിലാണ് ആലോചന, എനിക്ക് മനസ്സിലായി. റെഡി, ആക്ഷൻ. 2 ചോദ്യങ്ങളാണ്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നേരത്തെ. 2 ചോദ്യങ്ങളാണ് തമ്പുരാനക്ക് വേണ്ടത് അല്ലേ? തമ്പുരാനിക്ക് വേണ്ടത് എന്നിട്ടാണ്, എന്നിട്ട് ഉത്തരം വേണ്ടത് തമ്പുരാനക്ക്. അദ്ദേഹമാണ് തുടക്കം മുതലേ ഓരോരുത്തർക്ക് കൗണ്ടർ അടിച്ചുകൊണ്ടിരുന്നത്. 2026 കൗണ്ടർ ഇപ്പോഴേ അടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആള്. ചോദ്യം നമ്പർ 1, ഉത്തരം കിട്ടാത്ത തമ്പുരാൻ. ഉത്തരം കിട്ടാത്ത തമ്പുരാനോ? നീ ഇവിടെ വേലയ്ക്ക് വന്നതാണോ അതോ വേലയിറക്കം വന്നതാണോ? ഉത്തരം അറിയില്ല തമ്പുരാൻ. മനുഷ്യ മഹാസേനത്തിന്റെ എന്താണ്? മഹാദാനത്തിന്റെ മഹാദാനോ? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നിനക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ കുട്ടിയെ? പറഞ്ഞു കൊടുക്കല്ലാരും. മഹാജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. നിന്റെ അടുത്ത് പറഞ്ഞോടാ, ഞാൻ പറയാം. അവൻ ആകെ അറിയാവുന്ന ഉത്തരം അതായിരുന്നു, അത് കയറി പറഞ്ഞു. അമാനുഷ്യല്ല, മാനാനത്തിന്റെ. എന്റെ പൊന്നോ, ഇത്രയും നേരം സ്ക്രിപ്റ്റ് പഠിച്ച അതിനകത്ത് മാനാനോ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ടെൻഷൻ കൊണ്ടാണെന്നോ? 2 ചോദ്യങ്ങളാണ് തമ്പുരാനക്ക് വേണ്ടത്. ചോദ്യം നമ്പർ 1, ഞാൻ ആരാണ്? ഉത്തരം കിട്ടാതെ തമ്പുരാൻ അല്ല, ഉത്തരം കിട്ടിയില്ല അല്ലേ? മഹാസാനത്തിൽ ജ്ഞാനം ഗൈലാസ്യം. ഗൈലാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കേറുമ്പോൾ. കൈലാസമാണോ കൈലാസമാണോ? കൈലാസ്യോ? ഈ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നടന്ന പിന്നെ അവർക്ക് ആവേശം കൂടും. നല്ല നമ്ര ശിരസ്കയായി തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. കൈലാസം എന്ന് പറഞ്ഞാൽ എന്താ? ആ ശിവന്റെ മറ്റേ വേണ്ട, നീ പറയണ്ട, നീ പോയി ബാക്കി പറ. അവന്റെ ഉള്ളില് എന്തൊക്കെയല്ലേ? അവന്റെ ഉള്ളില് കൊടല്, കരട്, എല്ലാ സാധനവും ഉണ്ട്. മുഴുങ്ങുന്ന ശബ്ദം. പിന്നെന്താ? ഭയങ്കര സംശയാലുവാണല്ലേ? തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരു ചെറുമണി കുരുമുളക്. ഇങ്ങോട്ട് പോകും. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഉരുളും തടിയുരുളും തടിമേൽ ഒരു ചെറുമണി കുരുമുളക്. തടിമേൽ ഉരുളിലുള്ളില് ഉടരും. വേറെ പറ. എന്നാ വേറെ സിമ്പിൾ. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുതുമ്പോൾ അന്തിക്ക് കുന്തിക്ക് ദേവി കിണ്ടി എഴുതുമ്പോൾ കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട്. കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട്. കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട്. ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ അവിടെ വീണു. എവിടെ വീണു? കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കിട്ടുന്നു. കിണ്ടിയില് ഒരു കിണ്ടി. ഇതെങ്കിലും പറഞ്ഞിട്ട് പോലെ നാണക്കേടാണ് കേട്ടോ. നാട്ടുകാരുടെ ബുദ്ധിമോശം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോണ്. മതി, ചിക്കൻ ബനാന കളിക്കാം. വേറൊരു സാധനമുണ്ട്, ചിക്കൻ ബനാന എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ട്രെൻഡ് സാധനമുണ്ട്. അപ്പൊ ആ സാധനം ഒന്ന് നമ്മൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ചിക്കൻ ഓഹോ, അവന്റെ നട്ട് ഞാൻ മുറുക്കി മുട്ട് മാറ്റി കൊടുക്കാം റാസ്കൽ. ചോദ്യം
ഉത്തരം ഉണ്ടല്ലോ. ചോദ്യം നമ്പർ 2. ഞാൻ എന്തിനാണ് കോവളം വാങ്ങിയത്? എന്റെ പൊന്നോ, കോവിലകം. കോവിലകം കോവളം എന്ന് പറഞ്ഞാൽ അറിയാം തോന്നുന്നു. ഒരു ബീച്ചല്ലേ? ഇളക്കല്ലേ. ഉത്തരം ലളിതം. വെറുതെ ഒരു രസമാണ്. അത് ഒരു തമാശക്ക് ഒരു കിർക്കൻ സ്വപ്നത്തില് പുറകെ ഓടി. അല്ല, പുറകെ ഓടിട്ട് തിരിച്ച് യാത്ര. എവിടെ പോയിട്ട്? കോവളത്ത് പോയിട്ട്. കൊള്ളാം. ആ വണ്ടി എടുത്ത് മാറ്റണം. മുണ്ടക്കൽ ശേഖര. മുണ്ടക്കൽ ശേഖര. സിനിമ നമ്മള് സ്ക്രിപ്റ്റ് മാറിപ്പോയി കേട്ടോ. പണ്ഡിതയായിരുന്നു കേട്ടോ. സ്ക്രിപ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് എഴുതാൻ കഴിവുള്ള ലേഡിയാണ്. വേദാന്തരം എനിക്കിഷ്ടമാണ്. വേദാന്തം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. വേദാന്തം എനിക്കിഷ്ടമാണ്. വണ്ടി എടുത്തിട്ട് പോടാ. വണ്ടി എടുത്തിട്ട് പോടാ. ഉച്ചാരണത്തിന് കാണിക്കരുത് ഇവിടെ. അത് മാത്രം കറക്റ്റ് എക്സ്പ്രഷനിൽ കാണിച്ചു എന്നുള്ളതാണ്. ഇടിച്ച് ഞാൻ കൂമ്പ് ഞാൻ ഇളക്കുനെ. തമ്പുരാൻ പോവണം. ഇവിടെ നിന്നാൽ കുഴപ്പമാണ്. കുറച്ചിലാണ്. സമയം ആയി. ഞാൻ വന്നേക്കാം അങ്ങോട്ട്. ബാപ്പു വണ്ടി ഇറ. ബാപ്പു വണ്ടി ഇറ. മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. യെസ്. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. തെറ്റുകൾ പറ്റിയെങ്കിലും അത് നമുക്ക് വേണ്ട എപ്പിസോഡിന് ഭയങ്കര രസകരമായി തന്നെ തീർന്നിരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റും സെക്കൻഡും എന്നൊന്നും നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. സോ ഞാൻ ആദ്യമായിട്ട് ഒരു കുട്ടിയെ വിളിക്കുകയാണ്. അദ്ദേഹം ഇവിടെ മനോഹരമായി വന്ന് പാടുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. ആരാണ്? പറയൂ. അലീന. അലീന, കൺഗ്രാറ്റ്സ്. ഇത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. മോസ്റ്റ് കസ്റ്റമേഴ്സ് പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്ക്സ് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ്. ഓക്കെ അല്ലേ? കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത്, സത്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആരെ വിളിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ച് ഒരു വഴിക്കാക്കിയ ഒരാളുണ്ട്. ഇതെല്ലാവരെയും അത്യാവശ്യം മനോഹരമായി തന്നെ ചിരിപ്പിച്ചു. അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയാണ്. ഫാത്തിമ. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം, മറിയാസ് നാച്ചുറൽസിൻ്റെ ഒരു ഹാമ്പർ കിറ്റ്. വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ? ILM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരുമ്പാവൂർ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഗംഭീര കുട്ടികളാണെന്ന്. ഇത്രയും രസകരമായി ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കുകയും നിങ്ങളെയൊക്കെ ചിരിപ്പിച്ച ഈ കുട്ടികൾക്ക് എന്താണ് ഇവിടുന്ന് സത്യത്തിൽ വിട്ടു പോകാൻ തോന്നുന്നില്ല. അപ്പോൾ ഇനി ഒരു എപ്പിസോഡ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇവരുമായിട്ടുള്ള എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ടൈമായി, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നത്. സോ ഗുഡ് ബൈ.